ഈ വാർത്താ മണിക്കൂറിലെ പ്രധാന റിപ്പോർട്ടുകളുമായി വാർത്താമഴ ആരംഭിക്കുന്നു. ഞാൻ എസ് വിജയകുമാർ. വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ട് വയനാട്ടിൽ മന്ത്രിമാരുടെ അധ്യക്ഷതയിൽ ചേർന്ന സർവകക്ഷി യോഗം UDF ബഹിഷ്കരിച്ചു. വന്യജീവി ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ വീടുകൾ സന്ദർശിക്കാൻ തയ്യാറാകാത്ത വനമന്ത്രിയുടെ സാന്നിധ്യത്തിൽ ചർച്ചയ്ക്കില്ലെന്ന് UDF നിലപാടെടുത്തു. MLA മാരായ IC ബാലകൃഷ്ണനും T സിദ്ദിഖുമാണ് കോൺഗ്രസിനെ പ്രതിനിധീകരിച്ച് യോഗത്തിൽ പങ്കെടുത്തത്. ഇവിടെയുള്ളതായിരിക്കുന്ന മരിച്ച പോളിന്റെ വീട്ടില്, അജീഷിന്റെ വീട്ടില്, തോമസിന്റെ വീട്ടില്, ലക്ഷ്മണന്റെ വീട്ടില്, തങ്കച്ചന്റെ വീട്ടില് ഈ വനമന്ത്രി ഒന്ന് പോയോ? ആ പോകാത്ത വനമന്ത്രി ഇരുത്തി ഞങ്ങൾ ചർച്ച ചെയ്യണമെന്നാണോ നിങ്ങൾ പറഞ്ഞത്? ഇവിടെയുള്ള ജനതയുടെ സെന്റിമെന്റ്സ് മനസ്സിലാക്കാതെ അദ്ദേഹത്തിന്റെ കൂടെ ഇരുന്ന് ചായയും കാപ്പിയും കുടിച്ച് ഞങ്ങൾ പോകണോ? അതിന് ഞങ്ങൾ കിട്ടില്ല. ഈ ജില്ലയുടെ സെന്റിമെന്റ്സ് ഷെയർ ചെയ്യാത്ത ഒരു മന്ത്രിയുടെ കൂടെ ഇരുന്ന് ചായയും കാപ്പിയും കുടിച്ച് ചർച്ചയ്ക്കിരിക്കാൻ UDF MLA മാരും ഞങ്ങൾ ഒരുക്കല്ല. അതാണ് തീരുമാനം. ബത്തേരി വനം വകുപ്പ് ഗസ്റ്റ് ഹൗസിൽ ഉന്നത വനം വകുപ്പ് ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തിയതിനു ശേഷമാണ് മന്ത്രിതല സംഘത്തിന്റെ നേതൃത്വത്തിൽ സർവകക്ഷി യോഗം തുടങ്ങിയത്. പുൽപ്പള്ളി സംഘർഷത്തിൽ പ്രതിഷേധക്കാർക്കെതിരെ എടുത്ത കേസുകൾ പിൻവലിക്കണമെന്ന് CPI വയനാട് ജില്ലാ സെക്രട്ടറി EJ ബാബു സർവകക്ഷി യോഗത്തിൽ ആവശ്യപ്പെട്ടു. മന്ത്രിമാർക്കെതിരെ പ്രതിഷേധിക്കാൻ എത്തിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. അതേസമയം വയനാട്ടിലെത്താൻ കഴിയാതിരുന്നത് ചില പ്രത്യേക സാഹചര്യങ്ങളെ തുടർന്നാണെന്ന് വനമന്ത്രി AK ശശീന്ദ്രൻ വിശദീകരിച്ചു. ഒരു ദുഃഖകരമായ സംഭവം ഉണ്ടാകുമ്പോൾ അവിടെ ചെല്ലുക, അവരെ ആശ്വസിപ്പിക്കുക, അത് നമ്മുടെ നാടിൻ്റെ സംസ്കാരത്തിൻ്റെ ഒരു ഭാഗമാണ്. പക്ഷേ അത് എത്തിച്ചേരാൻ കഴിഞ്ഞിട്ടില്ല. അതിന് ചില പ്രത്യേക കാരണങ്ങളുള്ളത് കൊണ്ടാണ് വരാൻ കഴിയാതെ പോയത്. അത് വലിയൊരു നല്ല കാര്യമായിട്ട് ഞാൻ കാണുന്നില്ല. വരാൻ കഴിയേണ്ടതായിരുന്നു എനിക്ക്, പക്ഷേ വരാൻ കഴിഞ്ഞില്ല. ഞങ്ങളിവിടെ വന്നിരിക്കുന്നത് ആരോടും ഏറ്റുമുട്ടാനോ രാഷ്ട്രീയമായ പകപോക്കാനോ രാഷ്ട്രീയ മുതലെടുപ്പിനോ അല്ല. മറിച്ച് ഇവിടുത്തെ ജനങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ദുരിതത്തിന് കേരളത്തിൻ്റെ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട്, സംസ്ഥാനത്തിൻ്റെ പരിമിതിയിൽ നിന്നുകൊണ്ട് എന്ത് നടപടിയാണ് സ്വീകരിക്കാൻ കഴിയുക എന്ന് ഇവിടുത്തെ ഉത്തരവാദപ്പെട്ട ജനനേതാക്കന്മാരുമായി ചർച്ച ചെയ്ത് തീരുമാനമെടുക്കുന്നതിന് വേണ്ടിയാണ്. സുർജിത്ത് അയ്യപ്പത്ത് വയനാട്ടിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ നൽകും. സുർജിത്ത്, UDF പ്രതിനിധികൾ, കോൺഗ്രസ് MLA മാരൊക്കെ യോഗം ബഹിഷ്കരിച്ചു. അപ്പോഴും സർവകക്ഷി യോഗം തുടരുകയാണ്. എന്തെങ്കിലും പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ ഈ സർവകക്ഷി യോഗത്തിൽ ഉണ്ടാകുമോ? എന്താണ് അക്കാര്യത്തിൽ നൽകാൻ കഴിയുന്ന മറ്റു വിവരങ്ങൾ? ഇല്ല, ഇപ്പോൾ നമ്മുടെ സിവിൽ സ്റ്റേഷനിൽ, എറണാകുളം സിവിൽ സ്റ്റേഷനിൽ കുറച്ച് ഗവൺമെൻറ് ഓഫീസേഴ്സ്, എല്ലാ ഓഫീസേഴ്സും അല്ല, പക്ഷേ ഒരു കൺസിഡറബിൾ നമ്പർ ഓഫ് ഓഫീസേഴ്സ് പെൻഡിങ് ഡ്യൂസ് ഉള്ളത് കൊണ്ട് KCB അത് കട്ട് ചെയ്തിട്ടുണ്ട്. അത് ബന്ധപ്പെട്ട് മേലെ ഉദ്യോഗസ്ഥരോട് ഞാൻ ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ അടക്കം സംസാരിക്കുന്നുണ്ട്. അത് ഉടനെ തന്നെ നമുക്കൊരു സൊല്യൂഷൻ ഉണ്ടാക്കാൻ പറ്റും. ബിക്കോസ് ഡ്യൂസ് ഉള്ളത് അലോട്ട്മെൻറ്റ് വരാത്തത് കൊണ്ടായിരിക്കും. അതിൻ്റെ ലിസ്റ്റ് ഞാൻ ചോദിച്ചിട്ടുണ്ട്. ആ ലിസ്റ്റ് വരുന്ന ഉടനെ I will contact the deputy chief engineer and higher ups in KCB and we'll solve it urgently. ജില്ലാ ഭരണകൂടത്തെ സ്ഥിതിവിശേഷമാണ് ഇങ്ങനെ ഉണ്ടാകുന്നത്. സർക്കാരിന്റെ സാമ്പത്തിക പ്രതിസന്ധിയാണ് ഇതിന്റെ ഒരു കാരണം. ഇല്ല, ഡ്യൂസ് ഉണ്ട്, അതുകൊണ്ടാണ് അവരുടെ ഡ്യൂട്ടിയാണ് ചെയ്തിട്ടുള്ളത്. അത് നമുക്ക് സോൾവ് ചെയ്യാം. നോ വറീസ്. ഇല്ല, ആ ലിസ്റ്റ് എടുക്കുന്നു. ഞാൻ എത്തിയപ്പോഴാണ് ഈ കാര്യം അറിഞ്ഞത്. ഞാൻ കുമ്പളത്തായിരുന്നു. കുമ്പളത്തിന് എത്തിയ ഉടനെ ഞാൻ ഡീറ്റെയിൽസ് ചോദിച്ചിട്ടുണ്ട്. നമുക്ക് ഉടനെ തന്നെ സോൾവ് ചെയ്യാം. ബിക്കോസ് വർക്ക് ചെയ്യേണ്ടേ ഓഫീസേഴ്സ് എല്ലാം. ഇപ്പോൾ ആളുകളൊക്കെ പോവാണ്, തിരികെ പോകുന്നൊരു സാഹചര്യമൊക്കെ ഉണ്ട്. അപ്പോൾ ഓഫീസിൽ വരുന്ന ആളുകൾ ജനങ്ങളാ? അല്ല, അതാണ് ഇപ്പോൾ ഒരു പെട്ടെന്ന് ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. നമുക്ക് ഉടനെ സോൾവ് ചെയ്യാം. ഇന്ന് ഓഫീസിലെ തീപിടുത്തവുമായി ബന്ധപ്പെട്ട് കുറേ പ്രശ്നങ്ങളുണ്ടല്ലോ. 45 വർഷത്തോളം പഴക്കമുള്ള വയറിംഗ് ഒക്കെ അത് ഫുള്ള് ഇല്ല. 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഓൾഡ് വയറിംഗ് ഉണ്ട്. പിന്നെ വേറെ ഒരു കാര്യം ഞാൻ ശ്രദ്ധയിൽപ്പെട്ടത്, നമ്മുടെ ഓഫീസ് അവേഴ്സിന് ശേഷവും ഓൺ ചെയ്ത് വെച്ചിട്ടുള്ള ഡിവൈസസ് എറണാകുളം ജില്ലാ കളക്ടറേറ്റിലെ വൈദ്യുതി ബന്ധം KSCB വിച്ഛേദിച്ച സാഹചര്യത്തിൽ അക്കാര്യത്തിൽ വിശദീകരണം നൽകുക
പറയുകയായിരുന്നു ജില്ലാ കളക്ടർ. കുടിശ്ശികയായ 42 ലക്ഷം രൂപയുണ്ട്. അക്കാര്യത്തിലുടൻ തീരുമാനമെടുക്കും എന്നാണ് ജില്ലാ കളക്ടർ അറിയിച്ചിരിക്കുന്നത്. വിവിധ വകുപ്പുകളുടെ പ്രവർത്തനം തടസ്സപ്പെട്ട സാഹചര്യത്തിൽ അടിയന്തര ഇടപെടൽ ഉണ്ടാകും എന്നാണ് കളക്ടർ അറിയിച്ചത്. നമ്മൾ വീണ്ടും വയനാട്ടിലേക്കാണ് പോകുന്നത്. അവിടെ സർവകക്ഷി യോഗത്തിൽ MLA മാർ പങ്കെടുത്തില്ല, UDF MLA മാർ പങ്കെടുത്തില്ല. ഈ മരണമടഞ്ഞ ആളുകളുടെ വീടുകൾ സന്ദർശിക്കാത്ത മന്ത്രിമാർക്കൊപ്പം യോഗത്തിലില്ല എന്നാണ് പറഞ്ഞത് UDF MLA മാർ. ഇപ്പോൾ യോഗത്തിന് ശേഷം നേതാക്കൾ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കം മാധ്യമങ്ങളെ കാണുന്നുണ്ട്. തത്സമയ ദൃശ്യങ്ങളിലേക്ക്. വയനാട്ടിൽ അല്പസമയം മുമ്പായിരുന്നു സർവകക്ഷി യോഗം തുടങ്ങിയത്. ആ സർവകക്ഷി യോഗം UDF MLA മാർ ബഹിഷ്കരിച്ചു. മരിച്ച ആളുകളുടെ വീട്ടിലേക്ക് പോകാൻ കൂട്ടാക്കാത്ത, ആ സമയത്ത് വയനാട്ടിലേക്ക് എത്താൻ കൂട്ടാക്കാതിരുന്ന മന്ത്രിമാരോടൊപ്പം യോഗത്തിലില്ല എന്ന നിലപാടാണ് UDF MLA മാർ IC ബാലകൃഷ്ണനും T സിദ്ദിഖും സ്വീകരിച്ചത്. അവർ യോഗം ബഹിഷ്കരിക്കുകയും ചെയ്തു. അതേസമയം UDF MLA മാരുടെ അഭാവത്തിൽ സർവകക്ഷി യോഗം നടക്കുകയാണ്. പുൽപ്പള്ളിയിൽ ഈ പ്രതിഷേധക്കാർക്കെതിരെ എടുത്ത കേസുകൾ റദ്ദാക്കണം എന്ന്, ആ കേസുകൾ പിൻവലിക്കണമെന്ന് CPI ഈ യോഗത്തിൽ ആവശ്യപ്പെടുകയും ചെയ്തു. അല്പസമയത്തിനകം നമുക്ക് ആ വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് മടങ്ങി വരാം. സുർജിത്ത് അയ്യപ്പത്ത് കൂടുതൽ വിവരങ്ങളുമായി ചേരും. മറ്റൊരു റിപ്പോർട്ട്, വൈദ്യുതി ബില്ല് കുടിശ്ശികയായതോടെ എറണാകുളം കളക്ടറേറ്റിലെ 14 വകുപ്പുകളിലേക്കുള്ള ഫ്യൂസാണ് KSEB ഊരിയത്. 42 ലക്ഷം രൂപയാണ് കുടിശ്ശികയായി അടയ്ക്കാനുള്ളത്. പലതവണ ആവശ്യപ്പെട്ടിട്ടും വകുപ്പുകൾ വൈദ്യുതി കുടിശ്ശിക അടച്ചില്ല എന്നാണ് വൈദ്യുത ബോർഡ് അറിയിക്കുന്നത്. വിഷ്ണു സുരേഷ് വിവരങ്ങൾ നൽകും കൊച്ചിയിൽ നിന്ന്. വിഷ്ണു, എന്താണ് ഇപ്പോൾ കളക്ടർ അറിയിക്കുന്നത്? വേഗത്തിൽ പരിഹരിക്കപ്പെടും, എല്ലാ വകുപ്പുകളുടെയും പ്രവർത്തനം തടസ്സപ്പെട്ടു, അവിടെ എത്തുന്നവർക്ക് സേവനങ്ങൾ ലഭിക്കാത്ത സാഹചര്യമുണ്ട്, അപ്പോൾ അടിയന്തര ഇടപെടൽ ഉണ്ടാകുമെന്നാണോ കളക്ടർ വിശദീകരിക്കുന്നത്? വിജയകുമാർ, അസാധാരണമായ നടപടി. ഒരു ജില്ലാ ഭരണകൂടത്തിന്റെ ആസ്ഥാനത്ത് നിരവധി പ്രവർത്തനങ്ങൾ നടക്കുന്നതിനിടയിലാണ് ഇത്തരത്തിൽ KSEBയുടെ ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. 42 ലക്ഷം രൂപയുടെ കുടിശ്ശിക വിവിധ വകുപ്പുകൾ KSEBക്ക് നൽകാനുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് KSEB ഇന്ന് ജില്ലാ ആസ്ഥാനത്തേക്ക് എത്തുകയും ഇവിടെ 14 ഓഫീസുകളുടെ ഫ്യൂസ് ഊരുകയും ചെയ്തത്. അതിൽ 24 ഓഫീസുകളെ നേരിട്ട് ബാധിച്ചിട്ടുണ്ട്. കാരണം ചില ഓഫീസുകൾ, ഇപ്പോൾ ചില ഓഫീസുകളിൽ ഒരു കണക്ഷൻ തന്നെയാണ് 2 ഓഫീസുകളിലേക്കായി പോകുന്നത്. അങ്ങനെ 14 ഇടങ്ങളിൽ കണക്ഷൻ ഊരിട്ടെങ്കിൽ അത് 24 ഓഫീസുകളെ ബാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നിലവിൽ പ്രാഥമികമായ വിവരം. ലൈഫ് മിഷൻ ഓഫീസ്, അതോടൊപ്പം വിദ്യാഭ്യാസ വകുപ്പിന്റെ ഓഫീസ്, ഈ PRD ഓഫീസ്, അങ്ങനെ അത്തരം ഓഫീസുകളെയാണ് പ്രധാനമായും ബാധിച്ചിരിക്കുന്നത്. ക്ഷീരവികസന വകുപ്പ് ഓഫീസ്, അത്തരം ഓഫീസുകളെ ബാധിച്ചിട്ടുണ്ട്. അല്പസമയം മുമ്പ് ജില്ലാ കളക്ടർ ഈ വിഷയത്തിൽ ഒരു പ്രതികരണം നടത്തിയിരുന്നു. അദ്ദേഹം KSEB ചെയർമാനുമായി സംസാരിക്കുന്നതിനുള്ള നടപടിയിലേക്ക് കടക്കുകയാണ്. ഇത് ഫണ്ട് ലഭിക്കാത്ത ഒരു പശ്ചാത്തലത്തിലാണ് ഈ ഡ്യൂ അടക്കാൻ പറ്റാതിരുന്നത് എന്നുള്ളതാണ് വിശദീകരണം. എത്രയും പെട്ടെന്ന് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു. ജനങ്ങൾക്ക് സേവനം ലഭ്യമാകേണ്ട ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ പ്രശ്നം പരിഹരിക്കാനുള്ള നടപടിയിലേക്ക് കടക്കുകയാണ്. KSEB ചെയർമാൻ ഉൾപ്പെടെയുള്ള ആളുകളെ ബന്ധപ്പെട്ടിട്ടുണ്ട്. ഡ്യൂ അടച്ച് ആണോ ഇത് പരിഹരിക്കുക എന്നുള്ള കാര്യത്തിലൊരു തീരുമാനം ഇപ്പോഴും വന്നിട്ടില്ല. കാരണം സാധാരണഗതിയിൽ ഈ കുടിശ്ശിക അടക്കണമെങ്കിൽ അത് അതത് വകുപ്പുകളിൽ നിന്ന് ആ പൈസ അനുവദിക്കണം. എന്നാൽ ആ തുക ഇതുവരെ അനുവദിക്കാത്തത് കൊണ്ടാണ് ഈ കുടിശ്ശിക അടക്കാൻ സാധിക്കാതെ. ഇത്രയും പെട്ടെന്ന് ആ തുക അനുവദിക്കുക എന്നുള്ളതും ഒരു സാധ്യമായ കാര്യമല്ല. ഒരുപക്ഷെ ഒരു കോംപ്രമൈസ് സ്റ്റോക്കിലേക്കായിരിക്കും പോകുക. അങ്ങനെ എത്രയും പെട്ടെന്ന് അടക്കാം എന്നൊരു നിഗമനത്തിൽ, ഒരു ധാരണയിലെത്തുകയും ഈ ഫ്യൂസ് രണ്ടാമത് കുത്തുകയും ആയിരിക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും അദ്ദേഹം ചെയർമാനുമായി സംസാരിക്കും. എത്രയും പെട്ടെന്ന് ഈ ഫ്യൂസുകൾ കുത്തും, വീണ്ടും ഈ പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കുമെന്നാണ് മനസ്സിലായത്. അസാധാരണമായ ഒരു കാര്യം, ഒരു ജില്ല അല്ലെങ്കിൽ ദൈനംദിനമായ ആളുകളുടെ പ്രവർത്തനങ്ങൾ, അവരുടെ നിരവധിയായ ആവശ്യങ്ങൾക്ക് എത്തുന്ന ആളുകളുണ്ട്. വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ കാർഷിക ആവശ്യവുമായി ബന്ധപ്പെട്ട്, വിദ്യാഭ്യാസ ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ടെല്ലാം ആളുകൾ എത്തുന്ന ഒരു സാഹചര്യമാണ്. ഇന്ന് ഒരു അവധി ദിവസമല്ല, അത്തരത്തിൽ തിരക്കുള്ള ഒരു ദിവസമാണ്. അങ്ങനെ ഒരു ദിവസത്തിലാണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. 14 ഓഫീസുകളുടെ ഫ്യൂസ് ഊരിയിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ടുള്ള തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു തീപിടുത്തം ഇവിടെ ഉണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് വയറിംഗ് പുനഃപരിശോധിക്കുന്ന നടപടിയിലേക്കും കടക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. വിജയകുമാർ, 42 ലക്ഷം രൂപയാണ് KSEBക്ക് അവിടെ കുടിശ്ശികയായി അടയ്ക്കാനുള്ളത്. ജില്ലാ കളക്ടറേറ്റിൽ നിന്ന് പലതവണ ആവശ്യപ്പെട്ടു, വകുപ്പുകൾ ആവശ്യം പരിശോധിച്ചില്ല, വൈദ്യുതി കുടിശ്ശിക അടച്ചിരുന്നില്ല. ഈ സാഹചര്യത്തിലാണ് KSEBയുടെ ഈ നടപടി. സാധാരണക്കാർ വിവിധ ആവശ്യങ്ങൾക്ക് ഏറ്റവും ആശ്രയിക്കുന്ന ഒരു ഓഫീസ് എന്ന നിലയിൽ കൂടി കളക്ടറേറ്റിൻ്റെ പ്രവർത്തനത്തെ അത് ബാധിച്ചിട്ടുണ്ട്. അടിയന്തര ഇടപെടൽ ഉണ്ടാകുമെന്നാണ് കളക്ടർ അറിയിക്കുന്നത്. വിഷ്ണു സുരേഷാണ് വിവരങ്ങൾ നൽകിയത്.
തിരുവനന്തപുരം പേട്ടയിൽ 2 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയ സംഭവത്തിൽ ദുരൂഹത തുടരുന്നു. കുട്ടി റെയിൽവേ ട്രാക്കിന് സമീപത്തേക്ക് സ്വയം എത്തിയതാകാമെന്ന് പോലീസ് സംശയിക്കുന്നുണ്ട്. കുഞ്ഞ് ഇന്നുകൂടി ആശുപത്രിയിൽ തുടരും. തിരുവനന്തപുരം SIT ആശുപത്രിയിലാണ് കുഞ്ഞ് ചികിത്സയിലുള്ളത്. ആരോഗ്യനില തൃപ്തികരമെന്ന് ഡോക്ടേഴ്സ് അറിയിച്ചു. കുഞ്ഞിന് കൗൺസിലിംഗ് നൽകും. കുട്ടി കുറച്ച് ആക്റ്റീവായിട്ട് ഓടുകയും ചാടുകയും ചെയ്യുന്ന കുട്ടിയാണ്. പക്ഷെ എന്നിരുന്നാൽ പോലും ഈ ഒരു സ്ഥലത്ത് എത്രമാത്രം കുട്ടിക്ക് എത്താൻ വേണ്ടി പറ്റുമെന്നുള്ളത് അപ്പോഴും ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. അപ്പോൾ അത് ആദ്യം കുട്ടിയുടെ സൈക്കോളജിക്കൽ കൗൺസിലിംഗും അതുപോലെ അതിനുശേഷമുള്ള ഫാമിലിയുടെ കൂടുതലായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുകളും പോലീസ് അന്വേഷിക്കേണ്ടതായിട്ട് വരും. റെയിൽവേ ട്രാക്കിൻ്റെ സമീപ പ്രദേശമായതുകൊണ്ടും അതൊരു അളൊഴിഞ്ഞ് കിടക്കുന്ന ഒരു സ്ഥലമായതുകൊണ്ടും വർഷങ്ങളായിട്ടുള്ള പല വേസ്റ്റ് മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ അതിലുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പരിശോധന നടത്തിയിട്ടുണ്ട്. അപ്പോൾ അത് കൂടുതൽ പരിശോധനകൾക്ക് ശേഷം അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലും സസ്പീഷ്യസ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ പരിശോധനയ്ക്ക് ശേഷം മാത്രമേ നമുക്ക് ആ ഒരു കാര്യം പറയാൻ വേണ്ടി കഴിയുള്ളൂ. സലീം മാലിക് വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്ത് നിന്നും. സലീം, അടിമുടി ദുരൂഹതയാണല്ലോ. എന്താണ് അക്കാര്യത്തിൽ പോലീസിന് വിശദീകരിക്കാനുള്ളതോ? ഈ കുഞ്ഞ് തനിയെ ഈ സമയത്ത് അവിടെ എത്തി എന്നത് എങ്ങനെയാണ് നമുക്കത് വിശ്വസിക്കാൻ കഴിയുക? അതൊരു നിഗമനം എന്ന നിലയിലേക്ക് പോലീസ് മുന്നോട്ട് വയ്ക്കുന്നുണ്ടോ, അതോ ഒരു സംശയം മാത്രമാണോ? വിജയകുമാർ, പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഈ 2 വയസ്സുകാരിയെ കാണാതായ സംഭവവുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും ഈ അന്വേഷണത്തിൽ കാര്യമായ പുരോഗതികളൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം. അതിലെ ഏറ്റവും വലിയ പ്രശ്നം ആ നിലയിൽ ഈ CCTV ദൃശ്യങ്ങളൊക്കെ പരിശോധിച്ചെങ്കിലും അത്തരത്തിലൊരു CCTV ദൃശ്യങ്ങളിലും ഈ കുട്ടിയെ തട്ടിക്കൊണ്ടുപോകുന്നതോ ആ നിലയിലുള്ള എന്തെങ്കിലും സാധ്യതകൾ സംബന്ധിച്ചിട്ടുള്ള CCTV ദൃശ്യങ്ങളൊന്നും ലഭിച്ചില്ല എന്നുള്ളതാണ്. ഇന്നിപ്പോൾ രാവിലെ പുറത്തു വന്നൊരു CCTV ദൃശ്യം, ഒരു കുഞ്ഞിനെയും കൊണ്ടൊരു സ്ത്രീ പോകുന്നതായുള്ളൊരു ദൃശ്യം. അത് ആദ്യഘട്ടത്തിൽ പോലീസ് സംശയ എന്ന നിലയിൽ ശേഖരിച്ചിരുന്നു. പക്ഷേ അത് വിശദമായി പരിശോധിച്ചപ്പോൾ അതും ഈ കേസുമായി ഒരു ബന്ധമില്ല എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അതോടുകൂടി വീണ്ടും പോലീസ് തുടങ്ങിയെടുത്ത് തന്നെ എത്തുന്നൊരു സാഹചര്യമാണുള്ളത്. പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഈ കുട്ടിയെ കണ്ടെത്തി, അത് ഒരു പോറലുമില്ലാതെ കണ്ടെത്തി എന്നുള്ളൊരു വലിയ ആശ്വാസം നിൽക്കുമ്പോൾ തന്നെ എങ്ങനെ ആ കുട്ടി ആ ഓടയിലേക്ക് എത്തി എന്നുള്ളതിൽ ഇപ്പോഴും ഉത്തരം കിട്ടാതെ തന്നെ തുടരുകയാണ്. അതിൽ പോലീസ് തന്നെ പ്രധാനമായും പറയുന്ന കാര്യം ആ കുട്ടിക്കും ഒപ്പം ആ കുടുംബത്തിനും സ്ഥിരമായി പരിചയമുള്ള വഴിയാണ്. സ്ഥിരമായി അവർ അവിടെയുള്ളൊരു കുളിക്കടവിലാണ് കുളിക്കാൻ പോകുന്നത്. മാത്രമല്ല സ്ഥിരമായി നടന്നു പോകുന്ന വഴിയാണ്. ആ റെയിൽവേ ട്രാക്കിന് സമീപത്തുകൂടിയാണ് പോകുന്നത്. അവിടെ CCTV ക്യാമറകളൊന്നുമില്ല. അതുകൊണ്ട് ആ കുട്ടി ഒരുപക്ഷെ അവിടേക്ക് നടന്ന് പോകാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല എന്നുള്ളതാണ്. അതൊരു നിഗമനമായി എത്തുന്നില്ല എങ്കിൽ പോലും പോലീസ് കാര്യമായി തന്നെ ആ നിലയിലൊരു സംശയം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. മാത്രമല്ല മറ്റ് പ്രധാനപ്പെട്ട പോലീസിനെ അലട്ടുന്ന ഒരു ചോദ്യം, അങ്ങനെ ആ കുട്ടി ഒറ്റയ്ക്ക് നടന്നു വന്നതാണെങ്കിൽ ആ ഇരുട്ടിൽ അത്രയും ദൂരം, ഒരു 500 മീറ്റർ ദൂരമുണ്ട്, അവിടേക്ക് എങ്ങനെ എത്തി എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ചോദ്യമായി മുന്നിലുള്ളത്. രണ്ടാമത്തെ കാര്യം, ഒരു 70 അടി താഴ്ച, 7 അടി താഴ്ചയുള്ള ഒരു കുഴിയാണുള്ളത്. ആ കുഴിയിലേക്ക് എങ്ങനെ ആ കുട്ടി എത്തി എന്നുള്ളത്, അത് വീണിട്ടുണ്ടായിരുന്നെങ്കിൽ, ആ മുകളിൽ നിന്ന് വീഴുകയാണെങ്കിൽ ഏതെങ്കിലും നിലയിൽ പരിക്കുണ്ടാവും. അങ്ങനെ ഒരു പരിക്കും കുട്ടിയുടെ ശരീരത്തിൽ ഇല്ല എന്നുള്ളത് പോലീസ് ഇപ്പോഴും സംശയമായി തന്നെ കാണിക്കുകയും ചെയ്യുന്നു. അപ്പോഴും പോലീസ് മുന്നോട്ട് വയ്ക്കുന്ന മറ്റൊരു വാദം, അവിടെ ചെറിയ പടി പോലെ ഉണ്ട്, അതുവഴി ഇറങ്ങിയതാകാനുള്ള ഒരു സാധ്യത കൂടി തള്ളിക്കളയാനാവില്ല. പക്ഷേ ഇപ്പോഴും പോലീസ് സംശയിക്കുന്നത് അതിലൊരു പ്രതിയുടെ സാന്നിധ്യം, ഒരു തട്ടിക്കൊണ്ടുപോകലെ സാന്നിധ്യം തന്നെയാണ്. ആ നിലയിലുള്ള പരിശോധന തന്നെയാണ് പോലീസ് മുന്നോട്ട് വയ്ക്കുന്നത്. കാരണം ഇത്രയൊക്കെ പറയുമ്പോൾ തന്നെ ഈ കുട്ടി ഒറ്റയ്ക്ക് ആ രാത്രിയിൽ എത്തുക എന്നുള്ളത് 100-ൽ 1 അംശം മാത്രം സാധ്യതയുള്ള കാര്യമാണ്. ആ നിലയിലുള്ള CCTV ദൃശ്യങ്ങളും ആ മേഖല കേന്ദ്രീകരിച്ചുള്ള പരിശോധനയും ഒക്കെ തന്നെയാണ് പോലീസ് നടത്തുകയും ചെയ്യുന്നത്. അതിന് ഇനി കുട്ടിക്ക് കൂടുതൽ കൗൺസിലിംഗ് കൊടുത്ത ശേഷം കുട്ടിയിൽ നിന്ന് എന്തെങ്കിലും വിവരങ്ങൾ അറിയാൻ കഴിയുമോ എന്നുള്ളതാണ് പോലീസ് പ്രധാനമായും തേടുന്നത്. അതിന് കുട്ടി ഇന്നുകൂടി ആശുപത്രിയിൽ തന്നെ തുടരുകയാണ്. പോലീസ് പറയുന്നത് കുട്ടിയുടെ ആരോഗ്യനില തൃപ്തികരമാണ്, പക്ഷേ എങ്കിലും ഒരു ദിവസം കൂടി കുട്ടി ആശുപത്രിയിൽ തുടരട്ടെ എന്നുള്ളതാണ്. ഈ കുട്ടിക്കും ഒപ്പം തന്നെ സഹോദരങ്ങൾക്കും ഉൾപ്പെടെയുള്ളവർക്ക് കൗൺസിലിംഗ് കൊടുത്ത് ഏതെങ്കിലും വിവരങ്ങൾ അവരിൽ നിന്നുകൂടി ശേഖരിക്കാനുള്ള നീക്കമാണ് ഇപ്പോൾ പോലീസ് നടത്തുന്നത്. വിജയകുമാർ. സലീം മാലിക്കാണ് വിവരങ്ങൾ നൽകിയത്. തൃശൂർ ഇരിങ്ങാലക്കുടയിൽ ജപ്തി ഭീഷണിയെ തുടർന്ന് ഗൃഹനാഥൻ ആത്മഹത്യ ചെയ്തെന്ന് പരാതി. ഈ മാസം 14-നാണ് കല്ലംകുന്ന് സ്വദേശി അശോകൻ ആത്മഹത്യ ചെയ്തത്. കല്ലംകുന്ന് സർവീസ് സഹകരണ ബാങ്കിൽ നിന്ന് 3 ലക്ഷത്തോളം രൂപ വായ്പ എടുത്തിരുന്നു. അടവ് മുടങ്ങിയതിന് പിന്നാലെ ബാങ്ക് അധികൃതർ വീട്ടിലെത്തി ഭീഷണിപ്പെടുത്തിയതായി ഭാര്യ പ്രമീള ആരോപിച്ചു. 2 ലക്ഷം എടുത്തായിരുന്നു. 2 ലക്ഷം 4.25 ലക്ഷമായി അടയ്ക്കാൻ പറ്റാണ്ടായി. അവർ വന്നപ്പോൾ അടയ്ക്കാൻ പറഞ്ഞു. അപ്പം അടയ്ക്കാൻ പറ്റാത്തൊരു കണ്ടീഷനാണ് എന്ന് പറഞ്ഞു. സൂരജ് സജി വിവരങ്ങൾ നൽകും തൃശ്ശൂരിൽ നിന്നും. സൂരജ്, ഇക്കാര്യത്തിൽ കുടുംബത്തിൻ്റെ വിശദീകരണവും അവരുടെ പ്രയാസവും നമ്മൾ കേട്ടു. ഭാര്യയുടെ പ്രതികരണത്തിൽ അതുണ്ട്. ബാങ്ക് എന്താണ് ഇക്കാര്യത്തിൽ വിശദീകരിക്കുന്നത്? ഈ ഭീഷണിപ്പെടുത്തി എന്ന് പറയുന്നത് ഗൗരവമുള്ള വിഷയമാണല്ലോ. ഇപ്പോൾ
വായ്പ എടുത്തു, അത് അടവ് മുടങ്ങിയാൽ അതിന് നിയമപരമായ വഴികളാണല്ലോ അവിടെ ബാങ്കിന് മുന്നിലുള്ളത്. അതിനപ്പുറത്തേക്ക് ആ വീട്ടിലെത്തുക, അവരെ ഭീഷണിപ്പെടുത്തുക, ഇതൊക്കെ എങ്ങനെ സംഭവിക്കുന്നു? ഇക്കാര്യത്തിൽ ബാങ്കിന് എന്തെങ്കിലും വിശദീകരിക്കാനുണ്ടോ? വിജയകുമാർ, തുടർച്ചയായി ബാങ്ക് അധികൃതർ വീട്ടിലെത്തുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തതിനെ തുടർന്നുള്ള മനോവിഷമത്തിലാണ് ഈ അശോകൻ ആത്മഹത്യ ചെയ്തത് എന്നുള്ളതാണ് കുടുംബം ചൂണ്ടിക്കാണിക്കുന്നത്. പലതവണ ഇത്തരത്തിൽ ബാങ്ക് അധികൃതർ വീട്ടിലേക്ക് എത്തുകയും ജപ്തി നടപടിയിലേക്ക് കടക്കും എന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. ആ സമയത്തൊന്നും വലിയ രീതിയിൽ മനോവിഷമം ഉണ്ടായിരുന്നെങ്കിൽ പോലും ഇത് പുറത്ത് പ്രകടിപ്പിച്ചിരുന്നില്ല എന്നുള്ളതാണ് വീട്ടുകാർ ഉൾപ്പെടെ പറയുന്നത്. പലപ്പോഴും ഈ സുഹൃത്തുക്കൾക്ക് ഉൾപ്പെടെ ഇദ്ദേഹത്തിന്റെ ഈ സ്വഭാവത്തിൽ വലിയ വ്യത്യാസം തോന്നിയിരുന്നു. പലപ്പോഴും എനർജറ്റിക് ആയി സംസാരിച്ചിരുന്ന വ്യക്തി അദ്ദേഹം വല്ലാതെ വിഷമപ്പെട്ട് സങ്കടപ്പെട്ട് നിൽക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയിരുന്നു. ഇതിന് തൊട്ടു പിന്നാലെയാണ് ഈ മരിക്കുന്നതിന് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് വീട്ടിൽ ബാങ്ക് അധികൃതർ എത്തുകയും വരുന്ന ദിവസം തന്നെ ജപ്തി ചെയ്യുന്ന നടപടിയിലേക്ക് കടക്കുമെന്ന കർശനമായി ഭീഷണിപ്പെടുത്തുന്ന നടപടിയിലേക്ക് ബാങ്ക് അധികൃതർ പോയി എന്നുള്ളതാണ് പറയുന്നത്. തുടർന്ന് 14-ാം തീയതി ആത്മഹത്യ ചെയ്യുന്ന നിലയിലേക്ക് പോയി. അപ്പോഴും ഈ ആത്മഹത്യ ചെയ്തത് ഈ കടക്കണി മൂലമാണ് എന്നത് പുറത്തു പറയാൻ കുടുംബം മടി കാണിക്കുകയായിരുന്നു. കാരണം പുറത്തറിഞ്ഞാൽ വലിയ അപമാനമുണ്ടാകും എന്ന് കരുതി ഇവർ ഇത് പുറത്തു പറയാതിരിക്കുകയായിരുന്നു. പക്ഷെ എന്നാൽ പോലും ഇത് പുറത്തു പറയണമെന്ന് ബന്ധുക്കളും സുഹൃത്തുക്കളും ഉൾപ്പെടെ അറിയിച്ചതിനെ തുടർന്നാണ് ഇദ്ദേഹം ഇത് പുറത്തു പറയുകയും മറ്റ് നടപടികളിലേക്ക് കടന്നിട്ടുള്ളത്. എന്തായാലും ബാങ്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിയമ നടപടികളിലേക്ക് ഉൾപ്പെടെ ബാങ്കിനെതിരെ കുടുംബം കടക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന വിജയകുമാർ. സൂരജാണ് വിവരങ്ങൾ നൽകിയത്. ഇക്കാര്യത്തിൽ ബാങ്കിന് എന്താണ് വിശദീകരിക്കാനുള്ളത് എന്നുകൂടി അറിയേണ്ടതുണ്ട്. അടവ് മുടങ്ങിയതിന് പിന്നാലെ ബാങ്ക് അധികൃതർ വീട്ടിലെത്തി ഭീഷണിപ്പെടുത്തിയെന്നാണ് ഭാര്യ പ്രമീള നേരത്തെ മാധ്യമങ്ങളോട് പറഞ്ഞത്. മറ്റൊരു റിപ്പോർട്ടിലേക്ക്. വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ട് വയനാട്ടിൽ മന്ത്രിമാരുടെ അധ്യക്ഷതയിൽ ചേർന്ന സർവകക്ഷി യോഗം UDF ബഹിഷ്കരിച്ചു. വന്യജീവി ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ വീടുകൾ സന്ദർശിക്കാൻ തയ്യാറാകാതിരുന്ന വനം മന്ത്രിയുടെ സാന്നിധ്യത്തിൽ ചർച്ചയ്ക്കില്ല എന്നാണ് UDF നേതാക്കൾ പറഞ്ഞത്. അതിനിടെ പുൽപ്പള്ളി സംഘർഷത്തിൽ പ്രതിഷേധക്കാർക്കെതിരെ എടുത്ത കേസുകൾ പിൻവലിക്കണമെന്ന് CPI സർവകക്ഷി യോഗത്തിൽ ആവശ്യപ്പെട്ടു. സുർജിത്ത് അയ്യപ്പത്ത് വിവരങ്ങൾ നൽകും. വയനാട്ടിൽ നിന്ന് സുർജിത്ത്, സർവകക്ഷി യോഗം കഴിഞ്ഞോ? എന്തെങ്കിലും പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ യോഗത്തിൽ ഉണ്ടായിട്ടുണ്ടോ UDF-ന്റെ ബഹിഷ്കരണത്തിനിടയിലും? ചില തീരുമാനങ്ങൾ വന്നതായി CPM ജില്ലാ സെക്രട്ടറി നേരത്തെ സർവകക്ഷി യോഗത്തിന് ശേഷം പുറത്തിറങ്ങിയ CPM-ന്റെ ജില്ലാ സെക്രട്ടറി P. ഗഗാറിൻ പറയുകയുണ്ടായി. അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങൾ, 2 പുതിയ RRT-കളെ ഇവിടെ അനുവദിക്കാൻ പെട്ടെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ 2 പുതിയ ഫോറസ്റ്റ് സ്റ്റേഷനുകൾ നിലവിൽ വരും. ഒപ്പം ഒരു നോഡൽ ഓഫീസറെ, ഒരു CCF റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥനെ ഇവിടെ വയനാടിന്റെ സ്ഥിരം ചുമതലയ്ക്കായി നിയമിക്കും. 13 കോടി രൂപ ട്രഷറി നിയന്ത്രണമില്ലാതെ വേഗത്തിൽ തന്നെ ഇവിടെ ലഭ്യമാക്കുന്ന തരത്തിലേക്ക് എത്തും എന്നുള്ള തരത്തിൽ തീരുമാനമെടുത്തിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ വന്യജീവികൾ ഇറങ്ങിയാൽ അത് പൊതുജനങ്ങളെ അറിയിക്കാനും പൊതുജനങ്ങൾക്ക് വിവരം അറിയിക്കാനുമുള്ള ഒരു പ്രത്യേക സംവിധാനം ഇവിടെ രൂപം നൽകും. ഇതുൾപ്പെടെയുള്ള തീരുമാനങ്ങളിലേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് വ്യക്തമാവുന്നത്. എന്തായാലും നേരത്തെ ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികളുടെ യോഗവും സർവകക്ഷി യോഗത്തിന് ശേഷം വിളിച്ചിരുന്നു. ആ യോഗവും UDF ബഹിഷ്കരിച്ചിരിക്കുകയാണ്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷംസാദ് മരക്കാർ ഉൾപ്പെടെയുള്ളവർ യോഗത്തിന് എത്തിയിരുന്നു. അവരും അല്പസമയം മുമ്പ് യോഗം ബഹിഷ്കരിച്ച് ഇറങ്ങിപ്പോയി. അവരും ഉന്നയിക്കുന്നത് നേരത്തെ UDF MLA-മാർ ഉന്നയിച്ച അതേ വാദം തന്നെയാണ്. അതായത് മന്ത്രി AK ശശീന്ദ്രന്റെ സാന്നിധ്യത്തിൽ ചർച്ചയ്ക്ക് ഒരു തരത്തിലും താല്പര്യമില്ല എന്നുള്ള നിലപാടാണ് എടുത്തിരിക്കുന്നത്. മുഖ്യമന്ത്രി തന്നെ ഇവിടെ നേരിട്ട് എത്തണം. ഈ നേരത്തെ ഈ മരിച്ച ആളുകളുടെ ഒന്നും വീട്ടിൽ പോകാത്ത മന്ത്രി, ഇവിടെ ഒരു ഇടപെടൽ നടത്താത്ത മന്ത്രി എന്നുൾപ്പെടെയുള്ള ആക്ഷേപങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് അവർ ചർച്ചയിൽ നിന്ന് പിൻവാങ്ങി അത്തരത്തിലൊരു നിലപാടെടുത്ത് ബഹിഷ്കരണം നടത്തിയിരിക്കുന്നത്. എന്തായാലും യോഗം തുടരുകയാണ്. ഇതിനുശേഷം മന്ത്രിമാർ വിശദമായി വാർത്താ സമ്മേളനം നടത്തുന്നുണ്ട്. അതിൽ എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്ന നടപടികൾ? ശരി സുർജിത്ത്, എന്തായാലും സർവകക്ഷി യോഗം വയനാട്ടിൽ തുടരുകയാണ്. യോഗത്തിന് ശേഷം മന്ത്രിമാരുടെ വാർത്താ സമ്മേളനം ഉണ്ടാകും. കോൺഗ്രസ് UDF യോഗം ബഹിഷ്കരിച്ചെങ്കിലും ചില തീരുമാനങ്ങൾ യോഗത്തിൽ ഉണ്ടായേക്കുമെന്ന സൂചനയുണ്ട്. CPI ഈ കേസുകൾ, പുൽപ്പള്ളിയിലെ കേസുകൾ പിൻവലിക്കണമെന്ന് യോഗത്തിൽ ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. സുർജിത്ത് അയ്യപ്പത്താണ് വിവരങ്ങൾ നൽകിയത്. റിപ്പോർട്ടോടെ വാർത്താമഴ അവസാനിക്കുന്നു.